മോഷണം നടത്തിയ ദേവസ്വം ജീവനക്കാര്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര്, ഇവന്റെയൊക്കെ 7 തലമുറ നശിച്ചു അതിനുവേണ്ടിയുള്ള ശ്രമവും അതിനുവേണ്ടിയുള്ള സമര രംഗത്തേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് ഇറങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കണം, സ്വർണ്ണം അപകരിച്ച സംഭവം നമ്മുടെ ഈ പ്രതിഷേധം എന്തിനാന്നുള്ള 2 വാക്ക് ചേട്ടൻ അല്ലേട്ടൻ സംസാരിക്കും. സ്വാമിയെ ശരണമയ്യപ്പ. ഈ കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ തെരുവിലേക്ക് ഇറക്കാൻ പിണറായി സർക്കാർ വീണ്ടും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാരും ഈ അയ്യപ്പ ഭക്തന്മാരും ഇന്ന് ഈ ആറന്മുളയുടെ തിരുമണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേയേറെ ദിവസമായി ശബരിമല സന്നിധാനവുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകള്, വെട്ടിപ്പുകള്, അത് ലക്ഷക്കണക്കിന് രൂപയുടെയോ കോടിക്കണക്കിന് രൂപയുടെ അല്ല, അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്തെ ബഹുമാനപ്പെട്ട ചാനലുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരൊറ്റ ആരോപണം അതിന്റെ ഭൗതികമായ കാര്യങ്ങളെ പറ്റി മാത്രമാണ്. എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടു, എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതിനെ പറ്റി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ ഒരൊറ്റ വിഷയം മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതുമായിട്ടല്ല മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെ ആധ്യാത്മികമായ ഒരു വശമുണ്ട്. ശബരിമല ധർമ്മശാസ്താവിന്റെ ചൈതന്യം തല്ലിക്കെടുത്താനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയും ഇതിന്റെ പിറകിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണിത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനാതനധർമ്മ വിശ്വാസികളെയും അയ്യപ്പ ഭക്തന്മാരെയും പൊതുസമൂഹത്തിനെയും ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പ്രസ്ഥാനമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. ഈ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസ് തന്നെയാണ്. അവിടെയാണ് ഇതിന്റെ ആസൂത്രണങ്ങൾ നടക്കുന്നത്. ഏതിനെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിനെ ആദ്യം തകർത്തതിന് ശേഷം അതുമായിട്ട് മുമ്പോട്ട് പോയി അതിന്റെ പിറകിൽ കൂടി പൈസ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ലക്ഷ്യം. ശബരിമല ധർമ്മശാസ്താവ് അവിടെ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി കൂടി അന്വേഷണം ഇത് ഹൈക്കോടതി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ മാല ഉൾപ്പെടെയുള്ളത്, അദ്ദേഹത്തിന്റെ യോഗദണ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് പോയി. ശബരിമലയിലെ യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് യുവതികൾക്ക് പ്രവേശിക്കാൻ പറ്റിയത്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വളരെയധികം പ്രത്യേകത ഉള്ള ക്ഷേത്രമാണ്. യുവതികൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ശബരിമലയിലെ ദ്വാരപാലകർ ശബരിമല ധർമ്മശാസ്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമല്ല, ശബരിമലയിലേക്ക് മാലയിട്ടെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ സംരക്ഷണ ചുമതലയുള്ളത് ഈ ദ്വാരപാലകർക്കാണ്. ഈ ആധുനിക കാലഘട്ടത്തിലെ മോഷണം നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലെ CCTV-കൾ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ദ്വാരപാലകന്മാരെ തകർത്തതിനു ശേഷം ശബരിമലയിലെ ധർമ്മശാസ്താവിനെ മോഷ്ടിക്കാനും ചൈതന്യ ഭംഗം വരുത്താനുമുള്ള ആസൂത്രിതവും ഗൂഢമായിട്ടുള്ള ഒരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ശബരിമലയിലെ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പുറം ലോകത്തേക്ക് എത്തിച്ചുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുകയാണ്. ധാരാളം അഴിമതികൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി പുറകിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശബരിമലയിൽ പമ്പാ സംഗമം നടത്തി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മറച്ചുവെക്കാൻ വേണ്ടി ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ആസൂത്രിതമായി അതിനെ മറച്ചുവെക്കാൻ വേണ്ടി തന്ത്രപൂർവ്വമാണ് ശബരിമലയിൽ പമ്പാ സംഗമം നടത്തിയത്. പമ്പയിൽ പമ്പാ സംഗമം നടത്തിയത് ഒരു ആഗോള തട്ടിപ്പ് സംഗമം തന്നെയായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം അയ്യപ്പ ശരണം ഭഗവതിയേ ഭഗവതിയേ
ഭഗവതി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ പാദം ദേവി പാദം ദേവൻ പാദം ദേവി പാദം ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവതിയേ കൽപ്പുരതി അവലും മരനും ഒരിക്കലും നിങ്ങളൊന്നും ഗുണം പിടിക്കുന്ന ഒരു പാരമ്പര്യം
തെരുവിലേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ അമ്മമാർ തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചനയാണ് യാതൊരു ആഹ്വാനവുമില്ലാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ആയിരങ്ങൾ. ഒരു സങ്കല്പം, ഈ മോഷണം നടത്തിയ ദേവസ്വം ജീവനക്കാര്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര്, ഇവന്റെയൊക്കെ 7 തലമുറ നശിച്ചു വെണ്ണീറ്. ശരണഘോഷത്തിനായി അരവിന്ദന്റെ സ്വാമിയേ ശരണമയ്യപ്പ. യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന അർജുനനെ ധൈര്യ പാരമ്പര്യം അതിന്റെ പ്രഭവ കേന്ദ്രമാണ് ഈ തിരുവാറന്മുള ക്ഷേത്ര സന്നിധി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വേദി തന്നെ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേദിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ നിർബന്ധിതമായി തീർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചേറെ ദിവസമായി